നമ്മളുടെ സൊസൈറ്റിയിൽ കൂടുതൽ തെറ്റിദ്ധാരണകളും അബദ്ധചിന്തകളും ഉള്ള ഒരു അസുഖമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. എന്താണോ ഈ അപസ്മാരം? എപ്പിലെപ്സി അഥവാ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫിറ്റ്സ്. ഈ ഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. കൈ കാലം ഇങ്ങനെ വെട്ടിയടിക്കുക, പിന്നെ വായിൽ നിറയും പതയും തല്ല, ആൾക്കാർക്ക് ബോധം പോയി വീണ് കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് കണ്ടത്. പക്ഷെ അത് മാത്രമല്ല ഫിറ്റ്സ്. ഈ ഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിലുള്ള ബ്രെയിനിൻ്റെ തലച്ചോറിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലുള്ള പ്രോബ്ലമാണ് അപസ്മാരം. അതായത് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിങ് ആണ്. ഇപ്പോൾ ബ്രെയിനിലുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ അത് പുറത്ത് നമുക്ക് കാണുമ്പോൾ ഈ അപസ്മാരം പോലെ കാണും. ഒരു അപസ്മാരം വന്ന വ്യക്തി അവിടെ താഴോട്ട് കിടന്ന് അങ്ങനെ അപസ്മാരം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കയ്യിലെ താക്കോളോ ഇരുമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്താൽ മാറും എന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത്. പക്ഷെ അതല്ല ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ അപസ്മാരം വരുമ്പോൾ കൂടുതൽ ഫസ്റ്റ് ടൈം അപസ്മാരം അല്ല ഓൾറെഡി അപസ്മാരം ഉള്ള ആൾക്കാർക്ക് ഒരു 2-3 മിനിറ്റിനുള്ള അപസ്മാരം തന്നെ മാറിക്കോളും. അത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിച്ച് കിടത്തണം, റിക്കവറി പൊസിഷൻ എന്ന് പറയാം. അതുകൊണ്ട് അതല്ലാത്ത ഈ വായിലെ കൈയിട്ട് എന്തെങ്കിലും വലിച്ചെടുക്കുക അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. CPR കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ഡേഞ്ചറാണ്, നിങ്ങൾക്കും ഡേഞ്ചറാണോ.